എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കിയാലോ? കുടംപുളിയൊക്കെ ഇട്ട് വെച്ച ഒരു കിളിമീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. ഇനി കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. 5 വലിയ വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ പൊടികളൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് തക്കാളിയുമായിട്ട് ഒന്ന് മിക്സായി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ഇത് തക്കാളി പാകത്തിനൊന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കുടംപുളിയും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ 2 വലിയ കുടംപുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ട് വെച്ചിരുന്നത് 1/2 കപ്പ് വെള്ളത്തിലായിരുന്നു. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കിളിമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചെങ്കലവയെന്നും നവരയെന്നും ഒക്കെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഞാൻ 3 വലിയ കിളിമീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോന്നും 3 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 9 കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതേ മീനിട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മിനിറ്റ് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ചട്ടി ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് മീനൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം താഴ്ത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മീനൊക്കെ ഇവിടെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കേണ്ടത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്